ഈ പ്രശ്നത്തിലെല്ലാം തുടക്കക്കാരൻ ചിലപ്പോൾ മല്ലു ട്രാവലർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷബീറിനെല്ലാം കൂട്ടിയിട്ട് വരെയല്ല. നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയും. ഈ പ്രശ്നം തൊപ്പിന്റെയും ഷാജാന്റെയും മെഹ്റാന്റെയും പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാന്റെയും പ്രശ്നം തീർക്കാൻ നമ്മളെ മല്ലു ട്രാവലർ ആടുന്ന് വരുന്നുണ്ട്. ഷബീറും മല്ലു ട്രാവലറും പെട്ടി കെട്ടിയിട്ട് ഇറങ്ങിയനും. അപ്പൊ വീഡിയോ ഒന്ന് കാണിക്കറ. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തുള്ളൂ. എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. നാളെയും കൂടി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, പക്ഷെ അത് ക്യാൻസൽ ആക്കി. കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത്. സോ നമ്മളതിനെ നാട്ടിലേക്ക് വിടണം കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഇപ്പോ പ്രധാന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഗൾഫില് മല്ലു ട്രാവല് ഗൾഫിൽ ബാക്കിയായിട്ടുണ്ട്. മല്ലു ട്രാവലറിനെ നിങ്ങൾക്കറിയാലോ, യൂട്യൂബറാണ്. ഓന് നാട്ടിലൊക്കെ വരുന്നുണ്ട്. വരുമ്പോ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നത്, അതിനെ സോൾവ് ആക്കാനാണ് മൂപ്പര് വരുന്നത്. മൂപ്പര് മല്ലു ട്രാവലറും പിന്നെ ഷബീർ എന്ന് പറഞ്ഞ ഒരു ചങ്ങായി, ഷബീറും മല്ലു ട്രാവലർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും കാത്തിരിക്ക. ഈ പ്രശ്നം തൊപ്പി മല്ലു ട്രാവലർ ആടുന്ന് വരുന്നുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പൊ തീരുന്ന പ്രശ്നമെല്ലാം തോന്നി അല്ല, മല്ലു ട്രാവലർ എന്തെങ്കിലും ഇടപെടണോ? മല്ലു ട്രാവലർ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, ബുധനാഴ്ച. അപ്പൊ എന്തായാലും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ബുധനാഴ്ച കൊടുത്തു. ഒഴിവാക്കിട്ട് പറഞ്ഞെങ്കിൽ അയാള് എന്തോ കാര്യമായിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതെ അതെ അതെ. പിന്നെ അതിന്റെ ഇടക്ക് നമ്മളെ മലപ്പുറത്തെ മുഖ്യമന്ത്രി ഇല്ലേ, പാണ്ടിക്കാട് കുഞ്ഞാൻ ഓനെ പറ്റിട്ട് പറയാനുണ്ടെന്നില്ല. ഏത് കച്ചറെടുത്തെങ്കിലും ആ കച്ചറുണ്ടോ? ഓക്കെ അല്ലെ. എന്ത് അല്ലെ, മൂപ്പര് അവിടെ തൊപ്പിന്റെ അടുക്കില്ലേ ഷാജാന്റെ കൂടെ മല്ല ഒളിച്ചിട്ട് വന്നിട്ട് അവിടെ വലിയ വലിയ വിഷയം അളക്കി. അതായത് വലിയ വിഷയം എന്നല്ല, ഞാനൊരു കച്ചറക്കും നിക്കല അങ്ങനെല്ലാം എന്നിട്ട് അത് കഴിഞ്ഞ പിന്നെ ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും. ഞമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വൈകിൽ ഓർക്ക് കാണിക്കണ്ടേ. ആ വീഡിയോ ഒന്ന് കാണിച്ചു. ഇപ്പൊ തരാം, ഒരു സെക്കൻഡ്. കണ്ടാ, ഫസ്റ്റ് ആള് പറയുന്നത് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, ജസ്റ്റ് ഒന്ന് അതിനെ സംസാരിച്ചു പോകാൻ വേണ്ടിട്ട് വന്നാണ്, അങ്ങനെ ഒരു രീതിയിൽ. പക്ഷെ ഇയാള് കാറ് കയറിട്ടായിട്ടുള്ള ഇയാളെ സ്വഭാവം നീ കണ്ടോക്ക്. അതായത് തൊപ്പിന്റെ പൊരന്റെ പുറത്ത് പൂച്ചായിട്ടുണ്ടായി. വണ്ടിയിൽ എല്ലാ തൊപ്പിന്റെ ആടുന്നെല്ലാം പോയ പിന്നെ അയാള് പുലിയായി. ആര്? പാണ്ടിക്കാട് കുഞ്ഞാൻ. നിങ്ങളുടെ അഭിപ്രായം? ഇതെല്ലാം ഞാൻ പറയുന്ന വാക്കല്ല, മല്ലു ട്രാവലർ അവൻ തന്നെ പറയുന്നത്. പാണ്ടിക്കാട് കുഞ്ഞാൻ അവൻ തന്നെ പറയുന്ന വാക്കാണ്. എന്തല്ലേ? പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാനെ ആ നാട്ടിലത്തെ പാണ്ടിക്കാടത്തെ ഒരു MLA തന്നെ ആക്കണം. എല്ലാ കാര്യത്തിലും പ്രശ്നത്തിൽ എല്ലാ കാര്യത്തിലും പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരാളാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ തന്നെയല്ലേ നമ്മളെ അഭിപ്രായം? ഇത് തന്നെ. ഇപ്പൊ ഈ പ്രശ്നം ഇനി സോൾവ് ആവില്ല എന്ന് തോന്നുന്നു. കാരണം തൊപ്പിന്റെ വരക്ക് പോന്നു, തൊപ്പി അതിന് ഇത് വീഡിയോ റിയാക്ട് ആക്കിയിട്ടിടുന്നു. തൊപ്പി പറയുന്നത് റംബോന്ന് ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. ഈ ചങ്ങായി മറ്റേ ഷാജാന് ലൈവിൽ വന്നിട്ട്, നീ മറ്റേ വീഡിയോ ഇട്ടില്ലേ, ഷാജാന് ലൈവിൽ വന്നിട്ട് പറയുന്നു മറ്റേ ഓന് ജിമ്മിൽ പോയ ഓന്റെ തടിയ അങ്ങനെ ഇങ്ങനെ ഓന്റെ CCTV ദൃശ്യം കാണിക്കും. എന്ത് CCTV കാണിക്കണ്ട? ജിമ്മിന് പോയ CCTV കാണിക്കേണ്ട ആവശ്യമില്ല. ജിമ്മിന് കാരണം പെട്ടെന്ന് ഇപ്പൊ കൂട്ടിയിട്ടുണ്ടെങ്കിലോ അതും ചിന്തിച്ചൂടെ? ഇപ്പൊ 2-3 ദിവസത്തെ ഒരാൾക്ക് ജിമ്മായിട്ട് വരൂലല്ലോ. ജിമ്മാണെങ്കിൽ അതിന്റെ ഒരു 3 മാസം 4 മാസം ഡേറ്റിംഗ് എല്ലാം. ഒരാളെ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. ഇന്നലെ ഓനെ മറ്റേ റാംബോനെ കാണിച്ചിട്ട് ഷാജാൻ പറയുന്നത് ഓന്റെ തടി കണ്ട അങ്ങനെ ഉണ്ടായി. ഈ ഷാജാനില്ലേ, ഞാൻ പറയുന്നത് ഷാജാൻ ഈ പെണ്ണ് സെറ്റാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഓന് ബ്രോക്കർ പണി എടുക്കുന്നുണ്ട്. ഷാജാന്റെ പണി എന്താ? മേറനോട് അങ്ങനെ ചോദിക്കാനേ പറയാം. ഇപ്പൊ ഈ ഒരു സംഭവം ഇപ്പൊ ഈ കേരളത്തിൽ ചർച്ച ഒറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ ഷാജാൻ അനാവശ്യ ചോദ്യം പോയിട്ട് മേറിനോട് ചോദിച്ചത്. ഉള്ളത്ര തെറി, എന്തെല്ലോ വിളിച്ച്. തൊപ്പി പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ അടങ്ങിയിനി. എന്തെന്ന് വെച്ചാൽ ഓന് ബോധം വന്നിനി. കാരണം പൈസന്റെ മരം അവന്റെ കയ്യിലുണ്ട്. ഇപ്പൊ മാസത്തിൽ 1 കോടി വരുമാനമുണ്ട്. ആർക്കെങ്കിലും എത്ര ചൊറഞ്ഞു തൊപ്പിന്റെ കുണ്ടീന്റെ അടിക്ക് എന്താക്കല ഷാജാന്റെ തല എത്ര ചൊറഞ്ഞു. അതാടെ തന്നെ ഓരോ പ്രശ്നം ആടെ പോന്നു. പിന്നെ തൊപ്പിക്ക് കൊട്ടേഷൻ കൊടുത്തിനല്ലേ? അതൊക്കെ കഴിയുന്നില്ല. നിങ്ങ പറയല കൊട്ടേഷൻ കൊടുത്തിനാണ് തൊപ്പിക്ക്. കൊട്ടേഷന്റെ ആള് തൊപ്പിക്ക് വിളിച്ചിട്ടല്ലേ ഷാജാന് തന്ന കൊട്ടേഷന് ഞങ്ങൾ പറഞ്ഞാന്ന് വെച്ചല്ലേ? തൊപ്പി പറഞ്ഞാലും വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ ഈ ഷാജാൻ ഇപ്പൊ തൊപ്പിന്റെ വേക്ക് കൂടിയിട്ടുണ്ട്. കാരണം എന്ത്? കണ്ടന്റ് ആണ്. ഡെയിലി ഓരോന്ന് കണ്ടന്റ് ആണ്. കണ്ടന്റ് ക്ഷാമുണ്ട് ഈ ചങ്ങായിക്ക്. അങ്ങനെയാണ് ഈ സംഭവം. ഇതേ ചങ്ങാനല്ല അന്ന് തൊപ്പിക്ക് എന്തോ പാട്ട് പാടി. എന്ത് ഏത് പാട്ട്? നിന്റെ ഒരു വീഡിയോയിൽ കണ്ടില്ലേ ഞാൻ? അതെ 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 അതെ. തൊപ്പിക്ക് പാട്ട് പാടി. ആ പാട്ട് ഏത് പാട്ടെങ്കിൽ ഇത് കരളേ കുളിരേ പോയി തൊപ്പി നീ ഇനിയും അകലാൻ ഞാൻ എന്ത് ചെയ്യും തൊപ്പി നീ. അത് പാടിയ പാട്ടാ. അത് മൂപ്പര് അന്ന് എപ്പോഴോ കൊല്ലങ്ങൾക്ക് മുമ്പ് മെസ്സേജ് ഇട്ടിട്ട് പോയിന്. എന്നിട്ട് ഇപ്പൊ തൊപ്പിനെ ഫുള്ള് തെറി പറയും.
ഇയാളെ ഭാഗത്ത് കുറെ മിസ്റ്റേക്കിൽ വന്നിട്ടുണ്ട്. എന്റെ അഭിപ്രായമല്ല, എല്ലാരും അഭിപ്രായം തന്നെ. നമുക്ക് തൊപ്പി ഫാൻസ് കുറച്ച് ഒരു വീഡിയോ അയച്ചു തന്നില്ല, അത് നോക്കാം. എന്ത് പറഞ്ഞു? എടാ നറുവെട്ട എന്ന് പറഞ്ഞാല് നറുവെട്ടെന്ന് പറഞ്ഞ മറ്റേ കടപ്പുറത്തുണ്ടാകുന്ന ഒരു ചെറിയൊരു ഒരു ക്രീമി പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിനെ പൊടിയാക്കും പോലെ പൊടിയാക്കുന്നതാണ് തൊപ്പി ഫാൻസ് പറയുന്നുള്ളത്. അപ്പൊ ഷാജഹാൻ കരുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ രാജ്യത്തല്ല കേരളത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അതായത് ഷാജഹാനാണോ തൊപ്പിക്കാണോ? നിങ്ങൾ കമന്റ് ബോക്സിൽ പറയും. എന്റെ അഭിപ്രായം ഷാജഹാൻ 7 അയലത്ത് പോലത്തല്ല തൊപ്പിന്റെ ചെരുപ്പിന്റെ അത്ര വരല്ല. നിങ്ങളെ അഭിപ്രായം? ഞാൻ പറയുന്നുണ്ട്, ഞാന് തൊപ്പിനെ പോലെ അങ്ങനെ അരിഞ്ഞിട്ട് മേങ്ങിയതല്ല. ഫോളോസ് 1 മില്യൺ ഫോളോസ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് പൈസ കൊടുത്തിട്ടുണ്ടാക്കിയത്. പൈസ കൊടുത്തിട്ട് എന്നെ കൊണ്ട് മേങ്ങാൻ കഴിയും, അത് വിട്. ഉണ്ടാക്കണം, കുറച്ച് പണിയുണ്ട്, അതെനിക്കറിയാലോ. അപ്പൊ ഈ നിങ്ങളെ അഭിപ്രായം കൂടി നിങ്ങൾ പറയും. നമ്മളെ അഭിപ്രായം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചർച്ച പ്രധാന വിഷയം ഇതായത് കൊണ്ടാണ് ഈ വീഡിയോ കാരണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താക്ക്, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ആക്കിക്കൊടും. അപ്പൊ എല്ലാവരോടും എപ്പോഴും പറയുന്ന പോലെ സ്നേഹം മാത്രം.